എപ്പോഴെങ്കിലും പൊളിഞ്ഞു വീഴുമെന്നുള്ള പേടിയിൽ അപായമണി മുഴക്കി നിൽക്കുന്ന കെട്ടിടങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോയാൽ കണ്ണൂരിലേക്കാണ്. അപായ ഭീഷണിയിൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് അടർന്നു വീണുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അർജുൻ കല്യാടാണ് ആ പ്രദേശത്ത് നിന്നും ചേരുന്നത്. അർജുൻ, ഇത് കോർപ്പറേഷന്റെ മൂക്കിൻ തുമ്പിലാണ്, എന്നിട്ടും ഇങ്ങനെ ഒരു അപകടം, അതിൽ ഒരു നടപടികളും ഉണ്ടാകുന്നില്ലേ? ഇത് ആരും കാണാത്തതാണോ? റോഷ്നി, ഒരു തരത്തിലും ആരും കാണാത്ത കാര്യമല്ല. കാരണം ഇതുവഴി നിരന്തരം കോർപ്പറേഷൻ്റെ മേയറായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ കൗൺസിലർമാരായിക്കോട്ടെ എല്ലാവരും നിത്യേന കടന്നു പോകുന്ന ഒരു വഴിയിലാണ് ഈ കാണുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച അവശേഷിക്കുന്നത്. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്റ്റേഡിയത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം കാഴ്ചകൾ കാണാൻ വേണ്ടി കഴിയും. ഈ കാണുന്നതൊക്കെ കോൺക്രീറ്റ് ആണോ അല്ലെങ്കിൽ തുരുമ്പെടുത്ത കമ്പിയാണോ എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ റോഷ്നി, വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ടല്ലോ. അതായത് ഇവിടെ ഈ കോൺക്രീറ്റിനകത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്രമാത്രം തുരുമ്പെടുത്ത് ഒരു നൂൽ വണ്ണത്തിൽ പോലുമുള്ള കമ്പികൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ആ തരത്തിലേക്ക് ഇവിടത്തുള്ള കെട്ടിടങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവഴി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഇതൊക്കെ എത്രയോ വാഹനങ്ങളൊക്കെ ഇവിടെ കാണും, ബൈക്കും അതുപോലെ തന്നെ വലിയ വാഹനങ്ങളും ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നിത്യേന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കാൽനടയായൊക്കെ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡ് കൂടിയാണ് ഈ സ്റ്റേഡിയം. റൗണ്ട് ചെയ്ത് കണ്ണൂരിൻ്റെ പല ഭാഗത്തേക്ക്, അതായത് ഇപ്പോൾ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, റെയിൽവേ സ്റ്റേഷൻ, കലക്ട്രേറ്റ്, പഴയ സ്റ്റാൻഡ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഈ റോഡ് വഴി നിത്യേന നിരവധിയായിട്ടുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകും. നമുക്ക് അങ്ങോട്ടേക്ക് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എത്രയോ വാഹനങ്ങളൊക്കെ കടന്നു പോകും. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. ഇത്രയും വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന കാൽനട യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്ന ഈ വഴിയിലാണ് തകർന്നു വീഴാറായ ഈ കെട്ടിടം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കണ്ടത് ഇതിൻ്റെ മേൽക്കൂരയിലെ ഭാഗങ്ങൾ അടർന്ന് താഴേക്ക് വീഴാറായ സ്ഥിതിയിൽ നിൽക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ പില്ലറുകൾ പോലും നോക്കൂ റോഷ്നി. അതായത് ഈ കാണുന്നത് ഈ സ്റ്റേഡിയത്തിൻ്റെ താഴെ ഭാഗത്തുള്ള ഈ പില്ലറുകളാണ്. പില്ലറുകൾ പോലും ഇത്തരത്തിൽ തുരുമ്പെടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇളകി നിൽക്കുന്ന, വിണ്ട് കീറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ തൊട്ടാൽ ഇളകുന്ന പാകത്തിലാണുള്ളത്. ഇതൊക്കെ ഏത് നിമിഷം ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായി വേണമെങ്കിൽ അടർത്തിയെടുക്കാം. പക്ഷേ അടർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കാണിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഏത് നിമിഷവും ഇളകി വീഴാമെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ജീവൻ കയ്യിൽ പിടിച്ച് തന്നെയാണ് ഇതിൻ്റെ താഴെ നിൽക്കുന്നത്. നമുക്ക് ഇതിന് തൊട്ടടുത്ത് ഈ ബസ് ഒക്കെ പാർക്ക് ചെയ്തിരുന്ന ഭാഗത്താണ് സ്റ്റേഡിയം കോർണർ. നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ, പൊതുപരിപാടികൾ, സാംസ്കാരിക പരിപാടികളൊക്കെ ആ ബസ് പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്റ്റേഡിയം കോർണറിലാണ് ആ പരിപാടികളൊക്കെ നടക്കാറുള്ളത്. പക്ഷേ ആ പരിപാടികൾ നടക്കുമ്പോഴൊക്കെ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ പരിപാടികളുടെ ഭാഗമായി എത്താറുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ആ തരത്തിലുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ എന്നിട്ട് പോലും ഇതാരും പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത്രമാത്രം അനാസ്ഥയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇതിൻ്റെ പല ഭാഗത്തും നമുക്കൊന്ന് നടന്ന് കാണിച്ചാൽ തന്നെ മനസ്സിലാവും. അതുവഴി തന്നെ പോകാം എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന സ്റ്റേഡിയത്തിൻ്റെ ഉൾഭാഗത്തുൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വിണ്ട് കീറി നിൽക്കുന്നത്. ഇവിടെയൊക്കെ നോക്കി, ഇതിൻ്റെ മേൽക്കൂരയിലൊന്നും കെട്ടിടങ്ങൾ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അതൊക്കെ ഏത് നിമിഷവും അതിൻ്റെ ജനലുകളും അതുപോലെ തന്നെ വാതിലുകളും അതിൻ്റെ കട്ടിളപ്പടികളും ഒക്കെ ഏത് നിമിഷവും അടർന്ന് താഴേക്ക് വിടാനായ അവസ്ഥയിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേഡിയത്തിൻ്റെ അകത്തും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരുപാട് വിണ്ട് കീറലുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നോക്കൂ, പാവപ്പെട്ട തൊഴിലാളികളാണ്. പക്ഷേ എങ്കിൽ കൂടിയും കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അവരൊക്കെ വിശ്രമിക്കാൻ വേണ്ടി ഇത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇവിടെ ഒരു നിയന്ത്രണ സംവിധാനങ്ങളുമില്ല. ഇവിടെ ഇങ്ങനെ വിശ്രമിക്കരുത്, വാഹനങ്ങൾ പാർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു നിർദ്ദേശവും കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ആരും തന്നെ സ്ഥാപിച്ചിട്ടില്ല എന്നതും വളരെ പ്രധാനമായി കാണേണ്ടതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പലയിടങ്ങളിലും വിണ്ട് കീറി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ തരത്തിൽ ഇത് വലിയ അനാസ്ഥയാണ്, ഒരു അപകടം വിളിച്ചു വരുത്തലാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ കോൺക്രീറ്റിന് മുകളിൽ മരം വളരുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഒരു പ്രത്യേക സംവിധാനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ കോൺക്രീറ്റ് മുകളിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നു, ചെടികൾ പടർന്നിരിക്കുന്നു. അതുപോലെ തന്നെ മഴ നനഞ്ഞ് അതൊക്കെ കുതിർന്നു നിൽക്കുന്ന അവസ്ഥ. കൂടുതൽ മഴ ശക്തമാകുമ്പോൾ ഒരുപക്ഷെ വലിയ അപകടത്തിലേക്ക് വഴിവെക്കാവുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമായി ഈ ജവഹർ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗം മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഉടനടി പരിഹരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു വിഷയമായി മാറുകയാണ്. ഇതിപ്പോൾ ആദ്യമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല. ഇതിനു മുൻപ് നമ്മൾ റോഷിക്ക് ഓർമ്മയുണ്ടാവും, പല തവണകളായി നമ്മൾ ഇത്തരം റിപ്പോർട്ടുകൾ ഇവിടെ നിന്ന് തന്നെ ചെയ്തതാണ്. ഇതൊക്കെ നോക്കൂ റോഷ്നി, അതായത് ഇത് പില്ലറാണോ
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാങ്കേതികമായി ചിലപ്പോൾ പില്ലറാണെന്ന് പറയേണ്ടി വരും എന്നതിനപ്പുറത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും ഇളകിപ്പോകാൻ വേണ്ടി കഴിയാവുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്രയും അപകട സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഈ ജവഹർ സ്റ്റേഡിയം നിലനിൽക്കുന്നത്. നിത്യേന നൂറുകണക്കിന് ഇവിടെയൊക്കെ കടമുറികളുണ്ടായിരുന്നു. നേരത്തെ ഈ കടമുറികളുടെ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞാണ് വർഷങ്ങൾക്ക് മുൻപ് ഇത് പൊളിക്കാതെ അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റ് അറ്റകുറ്റപ്പണികളൊന്നും നടക്കാതെ ഇതിങ്ങനെ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെയുള്ള കടകളെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവരൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. ഇപ്പോൾ കോർപ്പറേഷനായാലും സർക്കാർ സംവിധാനങ്ങൾക്കായാലും ഇതിനകത്ത് അത്തരമൊരു മുടന്ത ന്യായം പറയാൻ വേണ്ടി കഴിയുകയില്ല. ആ തരത്തിലാണ് ഈ പറയുന്ന ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ അനാസ്ഥയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുക. അപകടം വിളിച്ചു വരുത്തുക തന്നെയാണ്. കാരണം ഒരു അപകടം സംഭവിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കോൺക്രീറ്റ് ഇവിടെ നിന്നും അടർന്നു വീണതിന് ശേഷം ആ തരത്തിൽ പിന്നീട് അതിനകത്ത് മറ്റ് വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല. അപകടം വരുന്നതിന് മുൻപാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ബാരിക്കേഡ് പോലും ഒരു പ്ലാസ്റ്റിക് കയറ് പോലും വലിച്ചു കെട്ടി ഇവിടെ ഒരു സുരക്ഷിതം അല്ലെങ്കിൽ ഇവിടെ ആളുകൾ കടക്കരുത് എന്ന് പറയാൻ വേണ്ടി അധികാരികൾ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രമാത്രം ഗുരുതരമായ അനാസ്ഥയാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ ഭാഗമായി കാണാൻ വേണ്ടി കഴിയുന്നത്. ആ തരത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഇതൊക്കെ വലിയ ഭീകരമായ കാഴ്ചകൾ തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ ഇവിടെ നിൽക്കുമ്പോൾ പോലും വലിയ അപകടം തന്നെയാണ്. കാരണം ഇതിൻ്റെ നേരെ താഴെ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ കോൺക്രീറ്റ് താഴെ കടന്നു വീഴാനുള്ള സാധ്യത അപ്പോൾ പോലും ഉണ്ട്. എന്തായാലും ഗുരുതരമായ അനാസ്ഥ കോർപ്പറേഷൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഉടനടി ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ ഓടിക്കുന്നവരൊക്കെ പറയുന്നത്. അവരൊക്കെ നമ്മളിപ്പോൾ ചോദിച്ചു ഒരു വാക്ക് പറയാമോ എന്നൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു എത്ര കാലമായി പറയുന്നത് ഒരു കാര്യവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവരൊക്കെ മാറിപ്പോവാണ്. കാരണം പറഞ്ഞിട്ടും ഒരു ഫലമില്ല. അതാണ് അർജുൻ. കാരണം ഈ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന്റെ ഈ അവസ്ഥ റിപ്പോർട്ടർ TV തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇതേ സമയത്ത് തന്നെ പലകുറിയായി എത്തിച്ചിട്ടുണ്ട്. പലതവണ അർജുൻ കല്യാട് തന്നെ നിന്നിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളിത് വീണ്ടും വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അധികാരികൾ കാണാൻ വേണ്ടി അവർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് വേറെ വാർത്തയില്ലാത്തത് കൊണ്ടല്ല. ഒരു ക്ലോക്ക് ടവർ തകർന്നു വീണാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് മനസ്സിലാകും, ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാകും, അതിന് ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്താനുള്ള ഓട്ടപ്പാച്ചിലുകൾ, വിശദീകരണം തേടൽ, ആ വിഷയത്തിൽ ഒരു പരിഹാരം കാണൽ, ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നതിന് മുൻപെടുക്കേണ്ട നടപടികളല്ലേ എന്നുള്ളതാണ് നമ്മൾ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യം. കാരണം സുരക്ഷിതമായ കെട്ടിടങ്ങൾക്ക് താഴെ ജോലി ചെയ്യാനോ താമസിക്കാനോ അതിനടിയിലൂടെ നടന്നു പോകാനോ ഒക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ. പക്ഷേ ഇത്തരം കെട്ടിടങ്ങൾ അപകട ഭീഷണി മുഴക്കി നിൽക്കുന്നവയാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾക്ക് മുന്നിലേക്ക്, സർക്കാരിന് മുന്നിലേക്ക് ഞങ്ങൾ ഈ കാഴ്ചകൾ വീണ്ടും വീണ്ടും വെക്കുകയാണ്, ആവർത്തിക്കുകയാണ്. കാരണം ഇത് ഒരു ക്ലോക്ക് ടവർ ഇടിഞ്ഞപ്പോൾ മാത്രം വാർത്തയാക്കുന്നതല്ല, ഞങ്ങളിത് സ്ഥിരമായി തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അർജുനാണ് അത് വിശദീകരിച്ചത്.